ഹലോ. ശ്യാമാണ് സാർ. ശ്യാമേ പറ. എന്നെ കൊണ്ടിട്ട് ആർജി ടച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു. എന്റെ ശ്യാമേ, നീ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല സാറേ, ഞാൻ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കണം. എന്നാലേ എന്നെ പോലെ നിനക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റൂ. എന്നിട്ട് മിനിമം ഒരു കോടിപതിയെങ്കിലും ആവും. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇന്ന് ഏത് ഡ്രാമ സീരീസ് ആയിരുന്നു? ഇന്ന് എന്റെ തന്നെ ഒരു കിടിലൻ ടൈം ട്രാവൽ സീരീസ് ആയിരുന്നു. ആണോ? അതെ. നമുക്ക് തട്ടുകടയിൽ പോയൊരു ദോശ കഴിച്ചാലോ? ഈ മമ്മിയുടെ ഫുഡ് കഴിക്കുന്നൊരു മോചനാവും. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. ഞാനിവിടെ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എപ്പോഴുള്ളതാ? ബാക്കിലുണ്ടായിരുന്നു. വേണമെന്നല്ലേ സാലിക്കുട്ടി? ഈ ഫുഡൊക്കെ എടുത്തേ ഫ്രിഡ്ജിലേക്ക് വെച്ചു. നമുക്ക് നാളെ രാവിലെ ജോയിച്ചിന് തന്നെ ചൂടാക്കി കൊടുക്കാം. അപ്പൊ പെർമിഷൻ ഗ്രാൻഡഡ്. ഞാൻ റെഡി. ഒരു 5 മിനിറ്റ് ചോദിച്ചാ അതാ വരുന്നു. നിന്റെ കൊറിയൻ ബാൻഡ് BTS പിരിഞ്ഞല്ലേ? അത് വല്ലാത്തൊരു അടിയായി പോയി. സാരമില്ല, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. വഴിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫാൻസ് ഒരു മാസ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ചോദിച്ചാ പ്രതീക്ഷ കളയണ്ട. പ്രതീക്ഷയാണല്ലോ ജീവിതം. ഓ, ഞാൻ പറഞ്ഞതാണ് കാറി വരാവുന്നു. ഈ മഞ്ഞ് കൊണ്ട് ഇനി വീണ്ടും പനി പിടിക്കും. കാറിൽ വന്നാ എനിക്ക് എന്റെ ചോദിച്ചിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? മോളെ, ഈ വണ്ടി തട്ടുകട വരെ പോവും. ഓ, അങ്ങനെ ആവട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ റൈഡർമാരോടെ കൂട്ടുകൂടല്ലെന്ന്. ഈ ഗ്ലൗസും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ വിചാരിച്ച തള്ളു നീ തള്ളു. ഹലോ, ഒന്നും മൈൻഡ് ചെയ്യപ്പാ. സാറേ പറ. എനിക്ക് ദോശയും ഓംലെറ്റും. നിനക്കെന്താ വേണ്ടത്? എനിക്കും ദോശ ഓംലെറ്റ് മതി. ഒരു സവാള വട. ഒരു സവാള വട കൂടെ. ഓക്കെ. ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ, ഞാൻ കുറച്ച് ബിസിയാണ്. മോളുമായിട്ടൊന്ന് പുറത്തു വന്നാ ഞാൻ അങ്ങോട്ട് വിളിക്കാം. 20 ലക്ഷത്തിന്റെ പോളിസിയാ. ഞാൻ ബിസിയൊന്നുമല്ല, ഞാൻ ഫ്രീയാ. മോളെ ഇപ്പൊ വരാം കേട്ടോ. അല്ല, ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. അവിടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട. ഓരോ ദിവസവും ഞാൻ നോക്കിയിരിക്കല്ലേ. 2 ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ. ജെനി വിളിക്കുന്നു. അതുകൊണ്ട് ജെനി പറ. ജോയിലെ നീ വാട്സാപ്പിലൊന്ന് കേറി. അല്ല, നീ എന്താ ഈ സമയത്ത് ഒറ്റയ്ക്ക്? അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. എന്റെ പുതിയ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ. നിനക്ക് ഞാനല്ലാതെ ട്രിപ്പ് പോവാങ്കി എനിക്ക് എന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആയിട്ട് കറങ്ങാനൊക്കെ പോവാം. ഏത് ബോയ് ഫ്രണ്ട്? എവിടുത്തെ ബോയ് ഫ്രണ്ട്? നീ കളിക്കാതെ കാര്യം പറഞ്ഞ്. ടെൻഷൻ ആവണ്ട മാഷെ. ഒരു 5 മിനിറ്റ്. ഞാനും എന്റെ ബോയ് ഫ്രണ്ട് ഇരിക്കുന്ന ഫോട്ടോ ഞാൻ ഇപ്പൊ ഇട്ടാണ്. ഓക്കെ എന്നാ, എന്റെ ഡാർലിംഗ് അവിടെ നിന്ന് വരുന്നുണ്ട്. കണ്ട പ്രശ്നമാവും.
ഡാ, ആ അവളുടെ ഒരു കാര്യം, എന്തു പറ്റി? അവളിപ്പോ ഏതോ തട്ടുകടയല്ല, അതിന് ആളെ അങ്ങ് വട്ടാക്കുവോ? നീ ഒന്ന് പോടാ. അവള് ഇതിനെ കളിപ്പിക്കുന്ന അങ്ങനെ ആയിരിക്കും. ആയിരിക്കല്ലേ? ആയിരിക്കും. ഞാണ്ടാവും വരുന്നു. എന്തോ പറ്റി? എന്താ പറ്റാന്? പെട്രോൾ കഴിഞ്ഞ്. ഇവന്റെ കൂടെ ഇറങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു. എന്തുവാ? എന്തുവാ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ റൈഡർമാരോടൊന്നും വരില്ലെന്ന്. എടാ അവന്മാര് വേറെ മൂഡ് പയ്യന്മാര്. നിനക്ക് വല്ല റൈഡിനെ കുറിച്ച് വല്ല അറിയാവോ? എടാ അതെ, പെട്രോൾ അടിക്കത്തില്ല. പോകുന്ന വഴി എന്നെ വീട്ടിലൊന്നും നടക്കൂ. അപ്പൊ ഇവനോ? ആ അവൻ വന്നോളൂ. പോവാണ് നീ? ഇല്ലടാ, ഞാൻ ഇവനെ ആക്കിയിട്ട് പെട്രോൾ വാങ്ങിട്ട് എടാ വരാം. ഞാൻ ഇപ്പൊ തന്നെ പഴനി പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സിനിമ. എന്റെ പൊന്നളി, ഈ ഭസ്മം ഇടുന്നൊക്കെ ഇച്ചിരി ഓവറാ. ഓവർ രാത്രി ആരെങ്കിലും ഭസ്മം ഇട്ടുകൊണ്ട് വീട്ടിൽ ചെല്ലുവോ? ആണോ? ആ മായ്ക്കല്ലേ? ആ. അല്ലടാ, നീ പളനി പോയെന്ന് പറഞ്ഞിട്ട് പ്രസാദം തീ. പ്രസാദം നമ്മൾ അതിനല്ലേ വൃന്ദാവനിൽ കയറിയത്. ഫുഡ് കഴിച്ചില്ലേ? അവിടുന്ന് പ്രസാദം ഒപ്പിച്ചിട്ട്. നീ ഒരു അഗ്രഹണ്യം തന്നെ കേട്ടോ. നീ വണ്ടി ഇട്. സമ്മതിക്കണം. ഡാ, പെട്ടെന്ന് പറഞ്ഞേ. സാറ് രാത്രി എപ്പോ വന്ന് കിടന്നു? ഇതറിയാനാണോ അപ്പൊ എന്നെ രാവിലെ വിളിച്ചെണ്ണിപ്പിച്ചേ? ഇതറിയാനല്ല, ഞാൻ ലോൺ അടയ്ക്കാൻ പറ്റുന്ന കാശ് നേട്ടോണാണ് നീ ടൂർ പോയെ. ഞാൻ അറിഞ്ഞു അത് ലോൺ അടയ്ക്കാൻ വെച്ച കാശാന്ന്. നീ ചോദിച്ചിട്ട് എടുക്കണം, അല്ല നോട്ടിൽ എഴുതി വെക്കാൻ പറ്റുമോ ഇത് ലോൺ അടയ്ക്കാനുള്ള കാശാണെന്ന്? 10,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അപ്പൊ എഴുതി വെച്ചു, 30 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തന്നിരിക്കും. അമ്മേ ചായ. ചായ ഒന്നുമില്ല. നീ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 4ാമത്തെ തവണയാ പറയുന്നത് കാശ് കണ്ടിട്ട് കാശ് തിരിച്ചു തരാന്ന്. എന്റെ കാശ് തന്നിട്ടേ നീ ചായ കുച്ചാ മതി. ഒരു തരവുകാരൻ അല്ല. ജോ, നീ എഴുന്നേറ്റിട്ടില്ലാന്ന് എനിക്കറിയാം. പക്ഷെ 10 മണിക്ക് കോഫി ഷോപ്പിൽ എത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ലോകത്താരെങ്കിലും വെള്ളപ്പൊക്കത്തിന് വാട്ടർ ഫ്രണ്ട് മേടിക്കുവോ? ആ, ഇത് കരഭൂമിയാ, 13 സെന്റ്. ഉച്ച കഴിഞ്ഞ് വാ, ഞാൻ കാണിക്കാം. അയ്യോ, രാജകുമാരി കഴിച്ചിട്ട് ഇതൊന്നും എടുത്തില്ലേ? ഞാൻ എന്നാ ഇവിടുത്തെ പണിക്കാരിയാണോ? എടാ, നീ കഴിക്കുന്നില്ലേ? വേണ്ട. അതെന്നാ? ചിലര് കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. എനിക്ക് ഇവിടെ മാത്രമല്ല ചായ കിട്ടുക, പുറത്തും ചായ മേടിച്ച ഒരാളുണ്ട്. കേട്ടോ അമ്മേ? എന്നാന്ന്? അമ്മ കേട്ടോന്ന്? ഡേ, ആ, ഇപ്പൊ ഈ പറമ്പി വാഴ വെക്കുന്നതാണോ നല്ലത് അതോ തെങ്ങ് വെക്കുന്നതാണോ? അതെന്നാ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? ആ, ഇനിയിപ്പൊ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, നേരത്തെ ചോദിക്കണമായിരുന്നു. ആഹാ, മുട്ട മാറി ഇപ്പൊ വാഴ പിടിച്ചോ? ഓ, ജസ്റ്റ് ഒന്ന് ഗോവ വരെ ട്രിപ്പ് പോയതാ. ഗോവയില് കഴിഞ്ഞ മാസമല്ലേ പോയെ? അത് 3 ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണോണ്ട് എനിക്ക് തെറ്റിപ്പോയതാ. ദാ, ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഒന്ന് കഴിച്ചു നോക്ക്. ശകലം ചോറെടുക്കട്ടെ? ചോറ് വേണ്ട, അങ്കിളിന്റെ സ്പെഷ്യൽ ഫിഷ് മതി എനിക്ക്. എന്റെ പ്രത്യേക മസാല കൂട്ടാണ്. എങ്ങനുണ്ട്? അങ്കിൾ ആന്റിയെ കടത്തി വിട്ടോ കുക്കിങ്ങില്? അങ്ങനൊന്നുമില്ല. മര്യാദക്ക് ഈ പണിയെല്ലാം തീർത്ത് വെച്ചാലേ വൈകിട്ട് അലമാരയുടെ താക്കോല് കിട്ടൂ. എന്നാലല്ലേ 2 അടിക്കാൻ പറ്റൂ. എന്നിട്ട് 2 അല്ലല്ലോ അടിക്കുന്നേ. ഞാൻ 2 അടിക്കാറുള്ളൂ. പക്ഷെ പാപത്തിന് ഗ്ലാസിന്റെ അളവൊന്നും അറിഞ്ഞൂടാത്തോണ്ട് വലിയ 2 വെട്ട് ഗ്ലാസ് കൊണ്ട് കൊടുക്കും. 6 വെക്കാണ്. ഒരു കുപ്പി 2 ദിവസം കൊണ്ട് തീരും. കഴിക്കുമ്പം പൂക്കുറ്റിയാവണത് വരെ കഴിക്കണം. എന്നാലേ 4 തെറിവിളി കേൾക്കാവൂ. അങ്കിളിന് ആന്റിയുടെ തെരുവിളി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. പാവത്തിന് ആരെങ്കിലും ചീത്ത വിളിക്കണ്ടേ? മക്കളാണെങ്കിൽ വിദേശത്ത്, അതുകൊണ്ട് എന്നെ വിളിക്കും, ഞാൻ ഇരുന്ന് കേട്ടുകൊടുക്കും. ഈ പോളിസിക്ക് നിങ്ങൾ വർഷത്തിൽ 2 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. ഇടയ്ക്ക് വെച്ച് ലോൺ എടുക്കാം. അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ തട്ടിപ്പോയാൽ ഫുൾ എമൗണ്ട് ഫാമിലിക്ക് കിട്ടും. അതാണ് എന്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് കോൾ അടിച്ചിരിക്കുകയാണ്. ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നതാണോ അതോ ഫോൺ വിളിക്കാൻ വന്നതാണോ? എല്ലാം പറഞ്ഞ പോലെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. എന്റെ ചോദിച്ച ഒന്ന് വരുന്നുണ്ടോ? ആവേശം വേണ്ട. ഡ്രൈവിങ്ങിന് ആദ്യം വേണ്ടത് ക്ഷമ, സ്നേഹം, കരുണ, ഏകാഗ്രത, പിന്നെ ദീർഘവീക്ഷണം.
ദീർഘവീക്ഷണം. അതെ, ഈ ദൂരേന്ന് സ്പീഡിൽ പാണ്ടിലോറി വരുന്നുണ്ടോ എന്നുള്ള ഒരു ദീർഘവീക്ഷണം. എന്റെ പൊന്ന് ചോദിച്ചാ ആകപ്പാടെ കിട്ടുന്ന ഒരു 5 മിനിറ്റ് അത് ക്ലാസ് എടുക്കാതെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കാൻ നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ഷമ വേണം. ഓ ആ, ദാ, പിന്നെ കരുണ. റെഡി? എവിടെയായിരുന്നു? നിനക്ക് കാലത്ത് ചായ മേടിച്ചതിനെ പുറത്ത് ആളല്ലോ. പോയിട്ട് ഞമ്മനുള്ള ആരും കിട്ടിയില്ലേ? രാവിലത്തെ ചായ തീർക്കേണ്ട പ്രശ്നം വൈകിട്ട് അത്താഴം വരെ എത്തിക്കണോ? ആ അത് ന്യായം. എന്നാ, എടുത്തോ. ഓ ആക്രാന്തം. കുറച്ച് കറികൾ എടുക്കടാ. മതി. ഓ ഇന്ന് മുഴുവൻ പട്ടിണിയായിരുന്നോടാ? ആരാടാ അത്? എൻ്റെ ഒരു ചെറിയ ഫ്രണ്ടാ. ചെറിയ ഫ്രണ്ടോ? അതെന്നാ ഫ്രണ്ടാ? അതൊരു ഫ്രണ്ടാ. ഞാൻ പോയി, ഞാൻ മണ്ടയ്ക്ക് പോയി കഴിച്ചോളാം. വേണ്ട, ഇവിടെ കഴിക്ക്. അമ്മ ഇന്ന് പോവും. എന്നാലും എന്നും ഇവനെ ഈ സമയത്ത് ആരായിരിക്കും വിളിക്കുന്നേ? പണ്ട് നിന്നെ എന്ന ഈ സമയത്ത് വന്ന് കണ്ടോണ്ടിരുന്ന ആരാ? നിങ്ങള് വേറെ ആരാ? അന്ന് ഫോണില്ലാഞ്ഞോണ്ട് നിന്നെ ഞാൻ നേരിട്ട് വന്ന് കണ്ടു. ഇന്നിപ്പോ പിള്ളേർക്ക് ഫോണുണ്ട്, അതിൽ കൂടെ വിളിക്കാം, കാണാം, പറയാം. കാലം മാറിപ്പോയി. പൊളിച്ചു. അവസാനം ഞാനേ ഒറ്റയ്ക്ക് ഓടിച്ചു. പോടാ. പിന്നെ ഈ ഡ്രസ്സ് നിനക്ക് നല്ലോണം ചേരുന്നുണ്ട് കേട്ടോ. അത് തന്നെയല്ലേ നീ ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും പറയാറ്. നിന്നെ ഒന്ന് വർണ്ണിക്കാന്ന് വെച്ചപ്പം അവക്ക് ചാട വേണ്ട. ഈ കുരങ്ങനാണ് എന്റെ കൂട്ടുകാരൻ ഇത് കുരങ്ങനല്ല, കരടിയാ. ജോ, ഞാൻ നിന്നെ എന്റെ ടെടിക്ക് പരിചയപ്പെടുത്തിയതാ. ടെടി? ആ ശരി, എന്നാ ഞാൻ പോവാ. ഒരു ഉമ്മ വന്നിട്ട് പോ. ഇവിടെ സോറി, ഇന്നത്തെ ഉമ്മ ഞാൻ ടെടിക്ക് കൊടുത്തു. ജോഗിയെന്ന ആദരം. ഓക്കെ, യുവക്കല്ലേ? എന്താടാ? ബ്രേക്കപ്പിന് ഇടാൻ പറ്റിയ ഒരു സ്റ്റാറ്റസ് വേണം. എന്താ പറ്റി? അനുമോള് ഫോൺ എടുക്കുന്നില്ലടാ. ഇത് ബ്രേക്കപ്പാ, എനിക്ക് ഉറപ്പാ. അവൾ എന്നെ ഇട്ടേച്ചു പോയി. നീ ഇൻസ്റ്റയിൽ ഏതെങ്കിലും പേജിൽ പോയി നോക്ക്. എടാ ഞാൻ ഇനി നോക്കാൻ പേജുകളില്ല. ലവ് ആൻഡ് ലവ്ലി, യു ആൻഡ് മീ, കലിപ്പന്റെ കാന്താരി, നീ ഫ്രഷ് ആയിട്ടൊരു സ്റ്റാറ്റസ് നീ സെൻഡ് ചെയ്തതാ. എന്നിട്ട് ആദ്യത്തെ ബ്രേക്കപ്പ് ഒന്നും അല്ലല്ലോ. അപ്പൊ സ്റ്റാറ്റസ് റിപ്പീറ്റ് വന്നാലും പ്രശ്നമൊന്നുമില്ല. എടാ നീ ഒന്ന് മോങ്ങായിരിയടാ. പറ്റുന്നില്ല, ഇതെനിക്ക് റിയൽ ലവ് ആയിരുന്നു. എന്നാ മോങ്ങിക്കോ, ഞാൻ കഴിക്കുവാ. ശരി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വെറീറ്റ. അപ്പോഴേ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരടിപൊളി വെറൈറ്റി സംഭവമായിട്ടാ. എന്നാണല്ലേ, സാധാരണ നിങ്ങൾ എന്നാ ചെയ്യുന്നേ? പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ചേച്ച് പിന്നെ ആ ഉള്ളി മുളകും ഒക്കെ ചേർക്കുന്നേ. ഞാൻ പക്ഷേ നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പോവാ. അതായത് ആദ്യം ഞാൻ ഉള്ളിയിടുന്നു, മുളകിടുന്നു, പിന്നെ അത് കഴിയുമ്പത്തേനും നമ്മുടെ സ്വന്തം കറിവേപ്പില ഇടുവാന്നേ. ശേഷം കടുകിടുന്നു. ഇനിയാണ് സംഭവം. നമ്മുടെ വെളിച്ചെണ്ണ, അതായത് അവസാനം ഒഴിക്കാൻ പോകുന്ന വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കാൻ പോവാന്നേ. എന്തു പറ്റി മമ്മി? അയ്യോ, മുഖം കത്തിപ്പോയോ? ഇവിടെ പുളിക്കും. എനിക്ക് ഈ ആളി കത്തുന്ന നന്നായിട്ട് അറിയായിരുന്നേ, അതുകൊണ്ട് ഞാൻ പ്രിക്കോഷൻ എടുത്തായിരുന്നു. ആണോ? അയ്യോ, എന്നാ എന്നിട്ടാണോ മുന്നിൽ ഇത്രയും മുടി കരിഞ്ഞു പോയേ? ഈശോയെ, മുടി കരിഞ്ഞോ? പപ്പ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ ഒരു മുട്ട എടുത്തായിരുന്നോ? ആ എടുത്തു. ഇത് ഫിനിഷ് ചെയ്യാനൊരു മുട്ടയുടെ കുറവുണ്ടായിരുന്നു. കണ്ടോ, എന്റെ ഗൃഹലക്ഷ്മിയാ. എങ്ങനെയുണ്ട്? നിന്റെ അമ്മ എന്നാടി ഈ വീട് കത്തിച്ച് കളയോ? ഒരു ബോധകാരി. അത് എന്നെ ഒന്ന് കോളേജിൽ കൊണ്ടാക്കാൻ പറ്റുമോ? ഇത് ഉച്ചയ്ക്ക് മുമ്പ് അപ്പാക്ക് ഫിനിഷ് ചെയ്യണം. അത് കഴിഞ്ഞൊരു വസ്തു കച്ചവടം ഉണ്ട്. ഇതൊരു ഏട്ടനോട് പറയണ്ട വിടാൻ. അതിലും വേറെ ഞാൻ ബസ്സിൽ കയറി പോകുന്നതാ. അവനിപ്പോഴും നേരം എടുത്തിട്ടുണ്ടാവില്ല. നിക്കേ, ഞാൻ വരാം.